ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ പഴുത്ത മാങ്ങ കൊണ്ട് വളരെ രുചികരമായ കുഴക്കട്ടയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ നല്ലവണ്ണം പഴുത്ത 2 മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നൈസായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത 1 കപ്പ് മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറുത്തെടുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി 2 കപ്പ് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ മാവ് നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് അല്പം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്പം ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് സ്മൂത്തായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതേമാതിരി നമ്മൾ കുഴച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമ്മൾ ഉള്ളിലെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർക്കാം. മീഡിയം മധുരമാണ്. കൂടുതൽ മധുരമാണെങ്കിൽ അല്പം കൂടി ശർക്കര ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 മുറി നാളികേരം ചെറുകിയത് ചേർക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. 4 ടീസ്പൂൺ നേരത്തെ മാങ്ങയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. വെള്ളത്തിൻ്റെ അംശം മാറുന്നവരേക്ക് നമുക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്നത് ഈ മോൾഡിലാണ്. ഇതിലേക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കാം ആദ്യം. ഇനി നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു തട്ടിലേക്ക് എണ്ണ അല്പം പുരട്ടി കൊടുക്കാം. ഇതേമാതിരി ഉണ്ടാക്കിയെടുത്ത ഉരുള നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നടുക്കിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം മാവ് എടുത്ത് ഇത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുഴക്കട്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ ഭംഗിയുള്ള കുഴക്കട്ട കുഴക്കട്ട തയ്യാറായിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ എല്ലാ മാവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അത് അവസാനത്തെ കുഴക്കട്ടയാണ്. ഇനി നമുക്കിത് തിളച്ച സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 10-12 മിനിറ്റ് നേരം കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റ്ഫുള്ളും വളരെ ഭംഗിയുള്ള കുഴക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമായ കുഴക്കട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു കിടിലൻ റെസിപ്പിയുമായി വരുന്നതുവരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.